ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞ കുറച്ച് സൺസ്ക്രീനിൻ്റെ ക്വിക്ക് റിവ്യൂവും അതിൻ്റെ റേറ്റിംഗും ആണ് കേട്ടോ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഫസ്റ്റ് സൺസ്ക്രീൻ വരുന്നത് മിനിമലിസ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നിയാസിനമൈഡും വിറ്റാമിൻ B5F ആയിട്ട് വരുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ. ഈ ഒരു സൺസ്ക്രീനിൽ SPF 50 PA+++ ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത് ഒരു ക്രീമി ടെക്സ്ചറാണ്. ഇതെല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടാവുന്നതാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് ഡ്രൈ സ്കിന്നിനാണ് കേട്ടോ ഈ ഒരു സൺസ്ക്രീൻ സ്യൂട്ടാവാം. നമ്മൾ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ സ്കിന്നൊന്ന് ഓയിലി ആക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡ്രൈ സ്കിന്നിനാണ് ഈ ഒരു സൺസ്ക്രീൻ സ്യൂട്ടാവാന്നുള്ളത്. പിന്നെ കുറച്ച് ഡീപ്പായിട്ടുള്ള ആൾക്കാരൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു വൈറ്റ് കാസ്റ്റ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ സ്വെറ്റിംഗ് ഉണ്ട് കേട്ടോ, നന്നായിട്ട് നമ്മൾ സ്വെറ്റ് ആവുന്നുണ്ട്. പിന്നെ ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. നമുക്കൊരു ഔട്ട് ഓഫ് 5 4.1 റേറ്റിംഗ് നമുക്ക് ഈ ഒരു സൺസ്ക്രീന് കൊടുക്കാൻ പറ്റും. അടുത്ത സൺസ്ക്രീൻ വരുന്നത് അക്വലോജിക്ക എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഗ്ലോ പ്ലസ് ഡൂയി സൺസ്ക്രീനാണ്. ഇതിൽ വിറ്റാമിൻ C പപ്പായ ഒക്കെ വരുന്നൊരു സൺസ്ക്രീനാണ് കേട്ടോ. ഈ ഒരു സൺസ്ക്രീനിലും SPF 50 PA++ ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ക്രീമി ടെക്സ്ചർ ആണെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് തിക്കായിട്ടുള്ളൊരു ക്രീമി ടെക്സ്ചർ അല്ല കേട്ടോ, കുറച്ചൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് വരുന്നത്. ഈസി ആയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഇത് അബ്സോർബ് ആവുന്നുണ്ട്. ഒരു ഡൂയി ഫിനിഷാണ് കേട്ടോ വരുന്നത്. എന്നാലും ഡൂയി ഫിനിഷ് ആണെങ്കിലും എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. നമ്മളെ സ്കിന്നിനെ അങ്ങനെ ഓയിലി ആക്കുന്നൊന്നുമില്ല. പിന്നെ ഇതിന് 0 വൈറ്റ് കാസ്റ്റ് ആണ്. ഫ്രാഗ്രൻസും ഇല്ല കേട്ടോ, ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. നമുക്ക് ഔട്ട് ഓഫ് 5 4.3 കൊടുക്കാം. അപ്പോൾ അടുത്ത സൺസ്ക്രീനും സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ്, അക്വലോജിക്കയുടെ റേഡിയൻസ് പ്ലസ് ഡ്യൂയി സൺസ്ക്രീനാണ് കേട്ടോ. ഇതിൽ വാട്ടർമെലനും നിയാസിനമൈഡും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ SPF വരുന്നത് 50 തന്നെയാണ്. PA++ ആയിട്ടാണ് ഈ ഒരു സൺസ്ക്രീനും വരുന്നത്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നേരത്തെ കാണിച്ച വിറ്റാമിൻ C സൺസ്ക്രീനിലും കുറച്ചും കൂടി തിന്നായിട്ടുള്ളൊരു ടെക്സ്ചറാണ് കേട്ടോ വരുന്നത്. കുറച്ചൊരു വാട്ടറി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്. ഫിനിഷ് വരുന്നത് ഡ്യൂയി ഫിനിഷാണ്. എന്നിരുന്നാലും നമ്മുടെ സ്കിന്നിന് ഇത് ഓയിലി ആക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സൺസ്ക്രീനാണ്. പിന്നെ 0 വൈറ്റ് കാസ്റ്റ് ആണ്. ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. നമുക്ക് ഔട്ട് ഓഫ് 5 ഒരു 4.3 റേറ്റിംഗ് കൊടുക്കാൻ പറ്റും ഈ ഒരു സൺസ്ക്രീന്. അടുത്തത് ഡോട്ട് ആൻഡ് കീയുടെ വിറ്റാമിൻ C+E സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീനാണ് കേട്ടോ. ഇതിലും SPF വരുന്നത് 50 തന്നെയാണ്. PA+++ ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത് ഒരു വാട്ടറി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്കിന്നിലേക്ക് ഇത് അബ്സോർബ് ആവാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ, കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് അബ്സോർബ് ആയിട്ട് വരാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഫിനിഷ് വരുന്നത് ഡ്യൂയി ഫിനിഷാണ്. നമ്മളുടെ സ്കിന്നിനെ അങ്ങനെ ഇത് ഓയിലി ആക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീനാണ്. ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. 0 വൈറ്റ് കാസ്റ്റ് ആണ്. നമുക്ക് ഔട്ട് ഓഫ് 5 4.1 റേറ്റിംഗ് കൊടുക്കാം. അടുത്ത സൺസ്ക്രീന് ഡോക്ടർ ഷെത്തിൻ്റെ സെറമൈഡ് ആൻഡ് വിറ്റാമിൻ C സൺസ്ക്രീനാണ്. ഇതിൽ SPF 50+ ആൻഡ് PA++ ആയിട്ടാണ് ഈ ഒരു സൺസ്ക്രീൻ വരുന്നത്. ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത് ഒരു ക്രീമി ടെക്സ്ചറാണ്. എന്നാലും കുറച്ച് തിക്കായിട്ടുള്ളൊരു ക്രീമി ടെക്സ്ചറാണ് കേട്ടോ. ബ്ലെൻഡ് ചെയ്യാൻ ഇത്തിരി സമയമെടുക്കും ഈ ഒരു സൺസ്ക്രീന്. ഡ്യൂയി ആയിട്ടുള്ളൊരു ഫിനിഷാണ്. പക്ഷേ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ. 0 വൈറ്റ് കാസ്റ്റ് ആണ്. ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. ഔട്ട് ഓഫ് 5 നമുക്കൊരു 4.4 റേറ്റിംഗ് കൊടുക്കാം. അടുത്തത് ലാക്മേഡ് അൾട്രാ മാറ്റ് ലോഷൻ സൺസ്ക്രീനാണ്. ഇതിൽ SPF 50 PA++ ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത് തിക്ക് ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്. നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേസിൽ എന്തോ അപ്ലൈ ചെയ്തൊരു ഹെവി ഫീലിംഗ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫിനിഷ് വരുന്നത് മാറ്റ് ഫിനിഷ് അല്ല, ഒരു സാറ്റിൻ ഫിനിഷാണ്. ഇതിൽ മാറ്റ് ഫിനിഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷേ സാറ്റിൻ ഫിനിഷാണ്. അപ്ലൈ ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളെ ഫേസ് ഓയിലി ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന് വൈറ്റ് കാസ്റ്റ് ഉണ്ട്. നല്ലപോലെ ബ്ലെൻഡ് ചെയ്താൽ മാത്രമേ വൈറ്റ് കാസ്റ്റ് പോവുള്ളൂ കേട്ടോ ഫേസിൽ നിന്ന്. ഫ്രാഗ്രൻസ് ഫ്രീ അല്ല, അത്യാവശ്യം നല്ല ഫ്രാഗ്രൻസും ഈ ഒരു സൺസ്ക്രീനുണ്ട്. ഡ്രൈ സ്കിന്നിനാണ് ഈ ഒരു സൺസ്ക്രീൻ സ്യൂട്ടാവുക. ഓയിലി സ്കിന്നിൻ്റെ ഒന്നും ഈ ഒരു സൺസ്ക്രീൻ സ്യൂട്ടാവില്ല കേട്ടോ. അപ്പോൾ ഔട്ട് ഓഫ് 5 നമുക്ക് 4 റേറ്റിംഗ് കൊടുക്കാം. ലാസ്റ്റ് സൺസ്ക്രീൻ വരുന്നത് ലാഷ് ഷീൽഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ ജെല്ലാണ് കേട്ടോ. ഇതിൽ SPF 40 PA++ ആയിട്ടാണ് വരുന്നത്. ഈ ഒരു സൺസ്ക്രീനിൻ്റെ ടെക്സ്ചറും ഫിനിഷും ഒക്കെ വരുന്നത് നമ്മൾ പ്രൈമർ ഉണ്ടല്ലോ, മാറ്റ് ഫിനിഷ് ആയിട്ട് വരുന്ന പ്രൈമർ അപ്ലൈ ചെയ്യുന്ന അതേ ഫിനിഷാണ് കേട്ടോ ഇതിന് വരുന്നത്. നല്ല സ്മൂത്ത് ആയിരിക്കും നമ്മളുടെ ഫേസ്. പിന്നെ 0 വൈറ്റ് കാസ്റ്റ് ആണ്. ഒരു മൈൽഡായിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് ഈ ഒരു സൺസ്ക്രീൻ ഉണ്ട് കേട്ടോ. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു മാറ്റ് ഫിനിഷ് ആണെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളുടെ സോണൊക്കെ ഓയിലി ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീനാണിത്. ഔട്ട് ഓഫ് 5 നമുക്ക് 4.3 കൊടുക്കാം.